ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മളിതാ രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് നല്ല ജീരകവും ഇട്ടിട്ട് ഇതാ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താ ഇപ്പോൾ ആദ്യം തന്നെ തേങ്ങ ഉള്ളിയൊക്കെ എടുത്തിട്ട് ഒരു പണിയെന്ന്. അപ്പോൾ നമ്മളിത് നന്നായി ഒന്ന് ക്രഷ് ചെയ്തതിൻ്റെ ശേഷം നമുക്കൊരു ഒരു ചായക്ക് കടി ഉണ്ടാക്കാമല്ലോ. ഇന്നത്തെ ചായക്ക് കടി ഇതാണ് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു കേട്ടോ, പുട്ടുപൊടി ഒരു ഗ്ലാസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതേമാതിരി ഒരു ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. നന്നായി വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കട്ടോ. അപ്പം ഞാനിത് എൻ്റെ കൂട്ടുകാരി ഉണ്ട് കേട്ടോ, ഇസൻ്റെ കണ്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് തന്നെയാണ് കേട്ടോ. അങ്ങനെതാ ഞാനൊക്കെ കുഴച്ചെടുത്തിട്ട് ഓരോ വട്ടാക്കിയിട്ട് ഞാനിതാ പരുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വലുപ്പത്തിലാണ് ഞാൻ പരുത്തി എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ആയിഷമോക്ക് മദ്രസയിൽ പോകാനുണ്ട്, അപ്പോഴേക്കും ചായയും കടിയൊക്കെ ആവണം കേട്ടോ. അങ്ങനെതാ എല്ലാം ഞാൻ നന്നായി പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് പരത്തി വെച്ച പത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എള്ളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഒരു സൗന്ദര്യമൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ എള്ളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ആദ്യത്തെ പത്തിരി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതും കൂട്ടി നമ്മൾ ആയിഷമ്മക്ക് ചായ കൊടുക്കണം. അങ്ങനെ നമ്മൾ ഓരോ പത്തിരി നന്നായി പൊള്ളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ ക്വാണ്ടിറ്റി കൂടുതലാക്കി ഉണ്ടാക്കും, കാരണം അനിയത്തിൻ്റെ വീട്ടിലേക്ക് രാവിലെ ഞാൻ ഇവിടുന്ന് ചായ ഒന്നും ഉണ്ടാക്കി കൊണ്ടുപോകാറാണ്. അതുണ്ടാക്കി കൊണ്ടുപോയാൽ പിന്നെ ഉച്ചക്കത്തെ ചോറും കൂട്ടാനും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാറുള്ളത്. അങ്ങനെ ഇതാ ആയിഷമോൾ ഇതാ ഭയങ്കര മടിയാണ് കേട്ടോ മദ്രസയിലേക്കൊക്കെ പോകാൻ. ഞാനിങ്ങനെ സോപ്പിട്ട് ഇങ്ങനെ കൂടണം. അപ്പം അതിലേക്ക് കറി ആയിട്ടില്ല. അപ്പം കറി ഇല്ലാതെ ഒന്നും ഒരു കടി ഓൾ കഴിക്കൂല കേട്ടോ. അങ്ങനെ പഞ്ചസാര ഞാൻ ലേശം അപ്പുറത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും കുത്തുന്നില്ല. പഞ്ചസാര വേണമെങ്കിൽ ഒറ്റയ്ക്ക് തിന്നോളും. അപ്പോൾ ഏകദേശമൊക്കെ പോവാൻ ടൈമായിട്ടുണ്ട്. അങ്ങനെ സോപ്പിട്ട് കൂടിയിട്ട് ഞാൻ മെല്ലെ ഇങ്ങനെ ഒരുക്കി പറഞ്ഞേക്കാണ് കേട്ടോ. രാവിലെ 6 മണിക്ക് ആലിയമോൾ പോകട്ടോ. ഓൾക്ക് പിന്നെ ചായ ഒന്നും വേണ്ട, ആയാലും വേണ്ട എന്നാണ് പറയാം. അപ്പോൾ പിന്നെ ഞാനത് ആക്കി ഉണ്ടാക്കാൻ തയ്യാറാവില്ല, എന്തായാലും ഓൾക്ക് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ട ഫാമിലിയിലേക്കോ മെമ്പേഴ്സിലേക്കോ ഒന്ന് അയച്ചു കൊടുക്കാനൊന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ അവിടെ നിന്ന് ആയിഷമോളാക്കി കൊടുക്കാനും വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഇതാ നല്ല മഴ പെയ്യുന്നത് കണ്ട്. അപ്പോൾ അതും ഒന്നുണ്ട് വീഡിയോ എടുത്തിട്ടോ. അപ്പോൾ ആയിഷമോൾ ഇന്ന് പോകുന്നത് അളിങ്ങാക്കാൻ്റെ കൂടെ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ. അളിങ്ങാക്ക രാവിലെ തന്നെ ഇവിടെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് വണ്ടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നീ അളിങ്ങാക്കാൻ്റെ കൂടെ പോയിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവളെ എടുത്ത് വെച്ച് കൊടുക്കണം, വണ്ടിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, നല്ല മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 ദിവസം നന്നാക്കി മഴ കിട്ടിയിട്ടുണ്ട്. പക്ഷെ വെള്ളമൊന്നും എവിടെയും കൂടിയിട്ടൊന്നുമില്ല, ഇതുപോലത്തെ മഴയാണ് കിട്ടിയത്. അങ്ങനെ ഓളം ഞാൻ ഓട്ടോറിക്ഷയിലേക്ക് കയറ്റി കൊടുക്കുകയാണേ. അപ്പോൾ അവൾ പോയതിൻ്റെ ശേഷം ഇതാ ഞാനും ഒരു പത്തിരിയൊക്കെ എടുത്തിട്ട് ചായയൊക്കെ കുടിച്ചിട്ടോ. നമുക്ക് ചായ കുടിച്ചതിൻ്റെ ശേഷമാണ് അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളത്. നല്ല മഴയാണ് കേട്ടോ പുറത്ത്.
ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് നല്ല അടിപൊളി സ്നാക്സാണ് കേട്ടോ. രാവിലെ ചായക്കൊക്കെ ഉഷാറാണ്. അങ്ങനെ നമ്മളൊരു കോട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ അനിയത്തിൻ്റെ വീട്ടിലേക്ക് ചായയും കടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളെ ഹസ്ബൻഡ് അവിടെ വീട്ടിലുണ്ട്, വണ്ടി കാണുന്നു. പിന്നെ നമ്മളെ വത്തക്കത്തോട്ടം ഇപ്പം വെണ്ടക്ക കൃഷിയാണ് കേട്ടോ. കണ്ടില്ലങ്ങൾ എത്രയും ഭാഗത്ത് വെണ്ടക്ക കൃഷിയാണ്. അതിൽ നന്നായി പുല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ പുല്ല് അരിഞ്ഞ് കൊണ്ടുപോകാറുള്ളത് കേട്ടോ. ഇപ്പോൾ മരുന്നൊക്കെ അടിക്കുകയാണ് പുല്ലുണങ്ങാനും വേണ്ടിയിട്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഈ പുല്ലൊക്കെ അവർ ഒഴിവാക്കും. അപ്പം വെണ്ടക്കമരം മാത്രമാവും, വെണ്ടക്ക നിറയെ കായ്ക്കും. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരണ്ടേ. അങ്ങനെ നമ്മൾ അനിയത്തിക്ക് കുളിച്ച് വരുമ്പോഴേക്കും കുളിപ്പിക്കാനൊക്കെ ആളുണ്ട് കേട്ടോ. കുട്ടീനെ അവളെയൊക്കെ കുളിപ്പിക്കാൻ ആളുണ്ട്. അങ്ങനെ അവൾ കുളിച്ച് വരുമ്പോഴേക്കും നല്ല ചീര എടുത്ത് താളിപ്പുണ്ടല്ലോ. ഇതെല്ലാവർക്കും ഒന്നും അറിയില്ല. നമ്മളിവിടെ മലപ്പുറം ഭാഗത്തൊക്കെ താളിപ്പുണ്ട്. ആ താളിപ്പ് മാത്രം മതി നമുക്ക് ചോറുന്നാൻ. നമ്മൾ ചീരൻ്റെ ഇല താളിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ മീനും ഉണ്ട്. മീനും ചീരൻ്റെ ഇല താളിച്ചതും പിന്നെ കറികൾ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കണം. എല്ലാം കൂടി ആയിട്ട് അവൾ പിന്നെ ഫുഡൊക്കെ എടുത്ത് കഴിച്ചോളും. 10-28 ദിവസം ആയിനല്ലോ. ഒക്കെ ഉണ്ടാക്കി വെച്ച് കൊടുത്താൽ മതി. ഇതുണ്ടാക്കി വെച്ചിട്ട് വേണം എനിക്ക് നമ്മളെ വീട്ടിൽ പോകാനും കോഴികളെയും ആടുകളെയൊക്കെ നോക്കാൻ കേട്ടോ. അപ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ചോറ് ഊറ്റുന്ന സംഭവം കണ്ടില്ല നിങ്ങൾ? എല്ലാവരും വാർക്കലല്ലേ, നമ്മളിങ്ങനെയാണ് കേട്ടോ ചോറ് ഊറ്റൽ. അങ്ങനെ ചോറുമായി കറിയായി. അപ്പോൾ അവൾ കഴിച്ചോളും. പിന്നെ അവളെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് ഇവിടെ കാണുന്നത്. മുന്നിലൊരു വീടൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്ത് ഓളെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ വീടും. ഇവളെ വീടിൻ്റെ പണി സിറ്റ് ഔട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ബാക്കി എല്ലാ ഭാഗത്തും റെഡി ആയിട്ടുണ്ട്. സിറ്റ് ഔട്ടും കോണിയും സാധനം അവിടെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനോട് കൂടെ ചെയ്യാൻ അപ്പം പിന്നെ പൈസൻ്റെ ബുദ്ധിമുട്ട് കാരണം നിർത്തി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ മക്കളെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം പോയത്. ഇനി നമുക്ക് നമ്മളെ വീട്ടിൽ പോകണം. ഇവിടുത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ. നമ്മളെ സുന്ദരിമോളെ കൂടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കിട്ട് ഇനി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.